സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നിറഞ്ഞ സ്വാഗതം. കാനായിലെ കല്യാണ നാളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. 37-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം നമ്മൾ വലിയ ഉന്നതയിലെത്തിത്തീരണം എന്നെല്ലാം നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോഴാണ്, ദൈവത്തോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോഴാണ് അതിനെല്ലാം ഫലം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തൻ അങ്ങനെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. തൻ്റെ ജീവിതവും ജീവനും പൂർണ്ണമായും ഇതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും ദൈവത്തോട് ചേർന്ന് കാഴ്ചവെച്ച, ഇപ്പോഴും ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അനേക ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നാം ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് മനോഹരമായൊരു ദൈവസ്തുതിയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവനിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. സാധുവായ മർത്യനിൽ ഞാൻ നിന്റെ രൂപം കണ്ടിടുന്നു. സാധുവായ മർത്യനിൽ ഞാൻ നിന്റെ രൂപം കണ്ടിടുന്നു. സേവനം ഞാൻ അവനു ചെയ്താൽ പ്രീതനാകും നീ. സേവനം ഞാനവനു ചെയ്താൽ പ്രീതനാകും നീ, പ്രീതനാകും നീ. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ
വിളിക്കാൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. എത്ര മനോഹരമായിട്ടുള്ള വരികളാണല്ലേ? തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു സൂര്യകാന്തി പൂവ് സൂര്യനെ നോക്കുന്ന പോലെ ദൈവത്തെ നോക്കുക എന്ന് പറയുന്നത്. അതുപോലെ സാധുവായ മർത്യനിൽ നിന്റെ രൂപം ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ചില സത്യങ്ങളും കൂടി ഒരു പാട്ടിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചൊരു ഗാനമാണ്. ഞാനിപ്പോഴും ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഗാനമാണ്. സാധുവായ മർത്യനിൽ നിന്റെ രൂപം കണ്ടിരുന്നു. നമ്മൾ എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി ചെയ്താലും അതൊന്നും ദൈവത്തിന് മുമ്പിൽ വിലയ്ക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഗാനത്തിലൂടെ നമ്മളോട് സാധുവായ മർത്തിന് ചെയ്യുന്നത് എന്നെ പ്രീതനാക്കും. അതാണ്. അപ്പം നമ്മൾ സാധുക്കളെ പരിഗണിക്കുക, അവരോടൊപ്പം ആയിരിക്കുക എന്നതാണ് പരമപ്രധാനം. അങ്ങനെയുള്ള ഒരാൾക്ക് യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ക്ഷണിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മനോഹരമായ ഒരുപാട് ഗാനങ്ങളിലൂടെ നമ്മുടെയൊക്കെ മനസ്സുകളെ കീഴടക്കിയ ഒരു നല്ല ഗായകനാണ് ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവനിൽ നമുക്ക് അതിഥിയായിട്ട് എത്തുന്നത്. ഒത്തിരി സ്നേഹത്തോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ബ്രദർ ബാബു ജോസ്. പ്രിയപ്പെട്ട സഹോദര, ഒത്തിരി കാലം കൂടി നമ്മൾ ഒന്ന് കാണുകയാണ് അല്ലേ? പരിചയക്കാരാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പരിചയക്കാരാണ്, ആദ്യകാല ശുശ്രൂഷകരിൽ ഒരാളാണ്. യെസ്, ഒത്തിരി വർഷങ്ങൾ ഒരുമിച്ച്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രേക്ഷകർക്കായി അങ്ങയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. പ്രിയപ്പെട്ട ബാബു, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അങ്ങയുടെ സംഗീത യാത്ര, അതിനെക്കുറിച്ചൊക്കെ അറിയാനും അത് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനും വേണ്ടിയാണ് അതുപോലെ തന്നെ ആത്മീയ ജീവിതം, അങ്ങയുടെ ആത്മീയ ജീവിതം, ഇതൊക്കെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കേണ്ടത്. അങ്ങയുടെ ഈ നവീകരണ രംഗത്തിലേക്ക്, അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് നല്ല ഒരു ഗാനമേള, പല ഗാനമേള ട്രൂപ്പിലും പാടിക്കൊണ്ടിരുന്ന വ്യക്തിത്വമാണ്. പ്രൊഫഷണലി ഒരു സിംഗർ ആയിരുന്നു അല്ലേ? അതിനുശേഷം ഒരു ആക്സിഡൻറ്റോട് കൂടിയാണ് അങ്ങ് നവീകരണത്തിലേക്ക് വരാൻ ഇടയായത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഒരു ദിവസം ഗാനമേള കഴിഞ്ഞ് വരുമ്പോഴാണ് സംഭവിക്കുന്നത്, ആമ്പലൂർ അടുത്ത വെച്ചാണ് സംഭവിക്കുന്നത്. ഹൈവേയിലാണ്. ഞാൻ ഓട്ടോറിക്ഷയിൽ വരുന്നു. എൻ്റെ ഒരു അനുജനും കൂടെയുണ്ട്. ഒരു കാരണവുമില്ല, മഴയില്ല, കാറ്റില്ല, ഒന്നുമില്ല. ഈ ഓട്ടോറിക്ഷ മറിയുന്നു. ഓട്ടോറിക്ഷ മറിഞ്ഞു. അതിൻ്റെ അടിയിൽ
ഞാൻ എണീക്കാൻ പറ്റാതെ പെട്ടുപോയി. ഓ അത് ശരി. അപ്പോഴൊന്നും എനിക്ക് വലിയ എളിമയോ വിനയോ ഒന്നും അങ്ങനെ ഉള്ളിൽ തോന്നിയില്ല. ഞാൻ വലിയ പാട്ടുകാരനാണ്. എന്നെ എല്ലാവരും അംഗീകരിക്കണം. ഒരു ചെറിയൊരു അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്നു അല്ലേ? കാണുന്നവർക്ക് അറിയില്ല കേട്ടോ. ശരി. കാണുന്നവർക്ക് നല്ല ഇതുപോലെ തന്നെ സൗമ്യമായിട്ട്. ഇതിനേക്കാൾ ഇച്ചിരി കൂടെ സ്മാർട്ടായിട്ടാണ് അന്ന് നടന്നിരുന്നത്. അതെ ഇപ്പോഴേ ഈ സ്മാർട്ട് ആകുമ്പോൾ പഴയ കാലത്ത് ചെറുപ്പകാലത്ത് എന്തോരം സ്മാർട്ടായിരിക്കും. അതെ എന്തായാലും. പക്ഷേ ആ കിടക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു ലോറി വരുന്നു. ഓ ഈ ലോറി ശരിക്ക് എൻ്റെ ഈ ഓട്ടോറിക്ഷയുടെ മുകളിൽ കൂടെ കയറി മറിയും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനൊന്ന് പറഞ്ഞു പോയി, എൻ്റെ ദൈവമേ ക്ഷമിക്കണം. ഓ കാരണം ഇതുവരെ നമുക്ക് പല കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഉള്ളിൽ പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് ഞാൻ മരിക്കുന്നുള്ളത് ഉറപ്പാക്കിയിട്ടാണ്. കാരണം മരണത്തെ മുഖാമുഖം നമ്മൾ കാണുകയാണ് അല്ലേ. അപ്പം അന്നേരം മരിക്കാൻ ഒരുങ്ങുന്നു. അന്നേരം അപ്പനെയും എൻ്റെ അമ്മയെയും സഹോദരി 3 സഹോദരന്മാർ അവരെയൊക്കെ ഓർത്തു, കണ്ണടച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ശബ്ദത്തോടു കൂടെ ഈ വാഹനം കടന്നുപോയി. വാഹനം കടന്നു പോയപ്പോൾ എനിക്ക് ജീവനുണ്ടെന്ന് എനിക്ക് തോന്നി. ആ ബോധ്യത്തിൽ അപ്പം അവിടെ തന്നെ ശബ്ദമൊന്നും പുറത്ത് വരുന്നില്ല. ഉള്ളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇനി എൻ്റെ നാവിൽ നിൻ്റെ രാഗമുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി പാടുന്നു. ആ സ്പോട്ടിൽ എടുത്ത തീരുമാനം തീർച്ചയായിട്ടും ആ റോഡിൽ കിടന്നു. അതെ, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് വേണ്ടി അന്ന് ദൈവം ആ ഹൈവേ ധ്യാനകേന്ദ്രമാക്കി മാറ്റി. ഓരോ വ്യക്തികളെ മാനസാന്തരപ്പെടുത്താൻ ദൈവം ഏതെല്ലാം രൂപത്തിലൂടെയാണ് അങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു ഫാദറിനെ കാണാൻ പോയി. ഒന്നൊരു കൗൺസിലിംഗ് പോലെയൊക്കെ മനസ്സിനൊരു ഇത് കിട്ടാൻ വേണ്ടി. ഫാദർ വേറെ ആരുമല്ല, എല്ലാവരും അറിയുന്ന ഫാദറാണ്. ഫാദർ ഡേവിസ് ചിറമേൽ അച്ഛനെ കണ്ടു, സംസാരിച്ചു, സന്തോഷമായി. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ മുമ്പ് എന്നെ അറിയാമായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിനക്ക് ഒഴിവുണ്ടെങ്കിൽ എൻ്റെ കൂടെ ധ്യാനത്തിന് വരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ ആ കാലഘട്ടത്തിൽ എനിക്ക് ധ്യാനിപ്പിക്കാൻ. അതെ അതെ അതെ. അപ്പം അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്നാണ് അച്ഛാ ധ്യാനം? അപ്പം അച്ഛൻ പറഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം. അത് സംഭവിക്കുന്നത് പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസമാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് ഈശോയുടെ കൂടെയുള്ള യാത്ര. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുടുംബപരമായിട്ട് കുടുംബത്തിലെ സഹോദരങ്ങളെല്ലാവരും നല്ല ഗായകരാണ്. എനിക്കറിയാവുന്നവരാണ് അദ്ദേഹത്തിൻ്റെ അനിയന്മാർ വിൻസെൻ്റ്, അതുപോലെ തന്നെ ലിജോ, ഷാജു. ഇവരെല്ലാം നല്ല ഗായകരാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എവിടെയോ എനിക്ക് തോന്നുന്നു ഞാനും ആൻ്റണി ഫെർണാണ്ടസും, മരിച്ചുപോയ ആൻ്റണി ഫെർണാണ്ടസൂടെ എവിടെയോ ഒരു ധ്യാനത്തിൻ്റെ സ്ഥലത്ത് ചെന്നപ്പോൾ ബാബു പാടുകയാണ്, മനുഷ്യ നീ ലോകമഖിലം നേടിയെന്നാലും, അല്ലേ? ആ വാക്കുകൾ ഒന്ന് പാടാമോ? മനുഷ്യ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായിട്ടെന്തു നൽകും നീ? നിന്നാക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? ലോകസമ്പത്ത് മുഴുവനും ചേർത്ത് വെച്ചാലും ഒരു വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതിന് തുല്യം വരികില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അത്രമാത്രം വിലയുള്ളതാണ് ഓരോ ആത്മാക്കളെയും ദൈവത്തിന് തരുമ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെ ഒത്തിരി ആ ഗാനം, ഞാനും അന്ന് ആൻ്റണി പറഞ്ഞു, രാജു നമുക്കും ആ പാട്ട് നമ്മുടെ ധ്യാനത്തിന് പാടണം. അങ്ങനെയാണ് ഡിവൈനിൽ ആ പാട്ട് പാടാൻ തുടങ്ങി കേട്ടോ. അതിനൊരു ഇൻസ്പിറൻ്റ് ആയത് ബാബുവാണെന്ന് ഞാൻ പറയായിരുന്നു ഈ സമയം ഓർത്ത്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു.
Stay with God. എങ്ങനെയായിരുന്നു ഈ ഒരു ഇപ്പം ഈ ഒരു ആക്സിഡന്റിനെ കുറിച്ച് പറഞ്ഞു, അതിന് മുമ്പുള്ള ഒരു ആത്മീയ ജീവിതം എങ്ങനെയായിരുന്നു? അതിനു മുമ്പുള്ള ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എന്നും പോവും. ഞങ്ങളുടെ അവിടെ പള്ളിയിലെ പാട്ടുകാരാണ്. എല്ലാ ജനങ്ങൾക്കും വളരെ എന്താ പറയാ ഇഷ്ടമായിരുന്നു. ആരാധന ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഗാനമേളയ്ക്ക് ആരാധകരുണ്ടായിരുന്നു ഇഷ്ടംപോലെ. അന്ന് അങ്ങനെ ആ ഒരു ഇത്. അപ്പം പള്ളിയിലേക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പള്ളി പോകുന്നുണ്ട്. അത് ഭക്തിയാണ്, എല്ലാം പ്രകടനമായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞത്. അതെ, ഈ 33 വർഷം മുമ്പ്. പക്ഷെ അന്ന് ഒരു യാന്ത്രികമായിട്ടുള്ളൊരു പോക്കായിരുന്നു ഭക്തി മാർഗത്തിൽ. പക്ഷെ അന്നൊക്കെ എൻ്റെ അപ്പനും അമ്മയും പറയും എന്ത്. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, കട്ടൻ കാപ്പി കുടിക്കാൻ രാവിലെ കുടിക്കാൻ ഉണ്ടാകില്ല. എന്നിട്ടും അപ്പനും അമ്മയും നിർബന്ധിച്ച് പള്ളിയിൽ വിടും. പക്ഷെ അന്നൊന്നും എനിക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ഡെപ്ത് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് അതിൻ്റെ വലിയൊരു വില തിരിച്ചറിയുന്നു, രുചിച്ചറിയുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. നിങ്ങനൊരു നവീകരണം വരാൻ കാരണം അതിന്റെ അല്ലേ പുറകില് മാതാപിതാക്കളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ അവര് കാലത്ത് എഴുന്നേൽപ്പിച്ചു വിട്ട് പള്ളിയിലേക്ക് വിടുക എന്നുള്ളൊരു അവരുടെ ഒരു കർത്തവ്യമാണ്. വീട്ടിൽ ആഹാരം ഇല്ലെങ്കിലും ദേവാലയത്തിൽ പോകുക വലിയ ശക്തി അവര് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ വിടാൻ. തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾക്ക് നന്ദി പറയാം, അവരെ ഓർക്കാം. ദൈവം അവരുടെ ആത്മാക്കൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം അപ്പൻ ഇല്ല, അപ്പം സ്വർഗത്തിലാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഈ സിനിമാ പാട്ടുകളൊക്കെ പാടുന്നുണ്ടോ അതോ ഡിവോഷണൽ ഗാനങ്ങൾ? ഡിവോഷണലാണ് കൂടുതലും. സിനിമ പാട്ട് പാടാൻ വിചാരിച്ചാൽ തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറില്ല അല്ലേ? കാരണം അത്രമാത്രം ദൈവത്തോട് ചേർന്ന് ദൈവ ശുശ്രൂഷകൾക്ക് എവിടെ വിളിച്ചാലും പോകുന്ന ഒരു ശക്തി എന്നിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയാണ്. അതുകൊണ്ട് പിന്നെ ഒരു ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ സിനിമ പാട്ടുകൾ പാടാനൊന്നും താല്പര്യമില്ല. എന്നെ വിളിച്ചിട്ടുണ്ട്, പൂർണ്ണമായും കർത്താവിന് വേണ്ടി ഇറങ്ങുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും പലരും വിളിച്ചിട്ടുണ്ട്. അതുപോലെ സീരിയലിൽ സംഗീതം ചെയ്യാനും പാടാനൊക്കെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ടാന്ന് വെച്ചു. അത് നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. പല ഗായകർക്കും അല്ലെ ശുശ്രൂഷകർക്ക് ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ് ബാബുവിലൂടെ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവം കൂടി അതിന്റെ പിന്നിലുണ്ട്.